Hi friends, welcome to Garam Masala, the magic spices of cooking. മത്തി വറ്റിച്ചത്. ഇന്ന് നമുക്ക് ഹെൽത്തിയും ടേസ്റ്റിയുമായ മത്തി വറ്റിച്ചത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: മത്തി 500 ഗ്രാം, ചെറിയ ഉള്ളി 1 കപ്പ് സ്ലൈസ് ചെയ്തെടുത്തത്, കറിവേപ്പില, തക്കാളി ഒരെണ്ണം ചോപ്പ് ചെയ്തത്, ഇഞ്ചി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം, ഉലുവ 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 2-3 ടേബിൾ സ്പൂൺ, വിനാഗിരി 1/2 ടീസ്പൂൺ, കുടംപുളി 3 എണ്ണം, ഉപ്പ്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് മത്തി വറ്റിച്ചത് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അടുത്ത ഇതിലോട്ട് ഉലുവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇവ കൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. അടുത്തതായി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്തിളക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയെ ഒന്ന് മാഷ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്നുകൂടെ ഇളക്കിയെടുക്കണം. അടുത്തതായി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള കുടംപുളി കൂടെ ചേർക്കണം. 1/2 കപ്പ് വെള്ളം കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളച്ചു വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കണം. ഇവിടെ ഞാൻ ചെറിയ മത്തിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അടുത്ത ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കറി തിളച്ചതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നതെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. ഇനി നമുക്കിതിനെ അടച്ചു വെച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മത്തി നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ, ഒരൽപ്പം കറിവേപ്പില ഇവ കൂടെ ചേർത്തതിന് ശേഷം അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി മത്തി വറ്റിച്ചത് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ റൈസ്, ചപ്പാത്തി ഇവയുടെ കൂടെയെല്ലാം ഒരു സൈഡ് ഡിഷായി സെർവ് ചെയ്യാം.